ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? യെസ് ഓർ നോ? യെസ് അല്ലെ, പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പാഠത്തിന്റെ പേര്? എന്റെ ഭാഷ അല്ലെ? എന്റെ ഭാഷയായ മലയാളത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? മലയാളമാണ് നമ്മുടെ മാതൃഭാഷയാണ്, മലയാളമാണ് എന്റെ ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അത് അഭിമാന ഭാഷയാണ്. നമ്മൾ ഏത് ഭാഷ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മലയാള മാതൃഭാഷ, അതായത് നമ്മുടെ മാതൃഭാഷയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? മലയാള ഭാഷയുടെ മഹത്വത്തെ തന്നെയാണ് ഈ കവിതയിൽ മുഴുവൻ ഇങ്ങനെ വർണ്ണിക്കുന്നത് അല്ലെ? ഒരുപാട് കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് ആദ്യം പറഞ്ഞേ? മലയാളമാണ് എന്റെ ഭാഷ, മലനാടിന്റെ അഭിമാന ഭാഷ, മനതാരിൽ മനസ്സിൽ നിറയുന്നതാണ് ഭാഷ. പിന്നെന്താ? മണിനാദം. മണിനാദം എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്? മണിനാദം അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മണിനാദം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മണിയുടെ ശബ്ദം അല്ലെ? നല്ല ശബ്ദം. മണിനാദം പോലെന്റെ ഭാഷ. പിന്നെന്താ പറഞ്ഞേ? പൂന്തേൻ കിനിയുന്ന ഭാഷ, പൂഞ്ചോല കുളിരേകും ഭാഷ, പൂത്തുമ്പി ചിറകൊത്ത ഭാഷ, പൂമ്പട്ടിനഴകുള്ള ഭാഷ, മധുരം തുളുമ്പുന്ന ഭാഷ, മണ്ണിന്റെ മണമുള്ള ഭാഷ, മലരുപോൽ വിരിയുന്ന ഭാഷ, മലയാളമൻ പ്രിയ ഭാഷ. മലയാളമാണ് എന്റെ പ്രിയ ഭാഷ എന്നാണ് പറഞ്ഞത്. എങ്ങനത്തെയുള്ള ഭാഷ? നമ്മുടെ മാതൃഭാഷയായ മലയാളം. അതുപോലെ നമ്മുടെ നാടിന് അഭിമാനമായ ഭാഷയാണ് മലയാളം എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാ ഭാഷയും പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതൃവിന്റെ ഭാഷയായ മാതൃഭാഷയായ മലയാളത്തെ നമ്മൾ ഏറെ സ്നേഹിക്കണം അല്ലെ? ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞു വന്നത്. നെക്സ്റ്റ്, ആ പാഠം നമ്മൾ പഠിച്ച എല്ലാവർക്കും ഓക്കെ ആണോ? അർത്ഥവും മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണ് അല്ലെ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് പദം പരിചയപ്പെടാന്നുള്ളത് മിസ് ഒന്ന് വായിക്കാം. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 6 ലിസൺ. ഓക്കെ, അതിൽ ആദ്യത്തെ എന്താണ്? പദം പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം, മീനിങ് മനസ്സിലാക്കാൻ അല്ലെ? ഓക്കെ, അതില് ഒത്ത. ഒത്ത എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഒത്ത, ചേർച്ചയുള്ള അല്ലെ? ഒത്ത, ചേർച്ചയുള്ള. നെക്സ്റ്റ് എന്താണ്? അവിടെ എഴുതി വെച്ചോ, എഴുതാൻ അറിയോ മക്കൾക്ക്? നമ്മുടെ നിഘണ്ടു എന്ന് പറഞ്ഞ് ടെക്സ്റ്റിന്റെ പുറകില് നിഘണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. പേജ് നമ്പർ 77. ഓൾ ഓഫ് യു ലിസൺ. പേജ് നമ്പർ 77 ഒന്ന് നോക്കുക. അതിൽ നിഘണ്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ അല്ലെ എന്റെ ഭാഷയുടെ അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ട് കേട്ടോ, ഒത്ത, ചേർച്ചയുള്ള. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? ഈ ഫസ്റ്റ് പദം പരിചയപ്പെടാം എന്നുള്ളത് എടുത്ത് എഴുതിക്കോ. ഒത്ത, ചേർച്ചയുള്ള എഴുതിക്കോ. ശ്രദ്ധിച്ചിട്ട് എഴുതണം. ചേർച്ചയുള്ള നോക്കിയിട്ട് എഴുതണം. ഋഷികേശ് കണ്ടില്ലേ? ഓക്കെ, ഒത്ത, ചേർച്ചയുള്ള എഴുതിക്കോ. അവിടെ എഴുതിയോ? എന്തേ ഋഷികേശ് എഴുതാത്തെ? എഴുതിയോ? അല്ല, ടെക്സ്റ്റിൽ ഇപ്പൊ എഴുതുക നിങ്ങള്. ഇപ്പം ഇവിടുന്ന് മിസ് പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിൽ എഴുതുക. പിന്നെ നോട്ടിൽ മിസ് പറയുന്നത്തെ ഹോംവർക്ക് അതായിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഒത്ത അത് നോക്കിയിട്ട് അവിടെ എഴുതുക, ചേർച്ചയുള്ള. അപ്പൊ നിങ്ങൾക്ക് മീനിങ് ഏകദേശം വൈകാട്ടാവും. ഇവിടെയും എഴുതി നോട്ടിലും എഴുതുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല വൃത്തി മനസ്സിലാവും അല്ലെ? ഒത്ത, ചേർച്ചയുള്ള. ഈ നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് അവിടെ എഴുതുക, ചേർച്ചയുള്ള. രണ്ടാമത്തത് കിനിയുക. കിനിയുക, ഊറുക. കിനിയുക. ഹന്നക്കുട്ടി എന്തേ? എഴുതിക്കോ. കിനിയുക, ഊറുക. നെക്സ്റ്റ് വൺ ചോല, അരുവി. ചോല, അരുവി. പറഞ്ഞുകൊണ്ട് എഴുതണേ. ചോല, അരുവി. അരുവി പറഞ്ഞെന്താ? തോടല്ലേ, ചെറിയ. നെക്സ്റ്റ് തുളുമ്പുക. നിറഞ്ഞു കവിയുന്നതിനാണ് പറയുക തുളുമ്പുക. നിറഞ്ഞ് കവിയുക. നല്ല നീറ്റിൽ എഴുതണേ.
നിറഞ്ഞു കവിയുക. സിനാൻ എഴുതിയോ? സിനാൻ ഓക്കെ, എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടോ? ആ, എഴുതിക്കോ. തുളുമ്പുക, നിറഞ്ഞു കവിയുക. നെക്സ്റ്റ് മണിനാദം, മണിയുടെ ശബ്ദം. മണിനാദം, മണിയുടെ ശബ്ദം. അടുത്തത് മനതാര്. മനതാര് മനസ്സ്. മനതാര് മനസ്സ്. മലര് പൂവ്. മലര് പൂവ്. എഴുതിയോ? മനതാര് മനസ്സ്, മലര് പൂവ്. അല്ലെ? ഫിനിഷായോ എല്ലാവർക്കും? എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ അടുത്തത് പറഞ്ഞോട്ടെ മിസ്സേ? ഫിനിഷായോ എല്ലാവർക്കും? ഓക്കെ, എല്ലാരും രാവിലെ തന്നെ എന്ത് ചെയ്യുന്നു? ഉഷാറില്ലാത്ത അദ്വൈതം എഴുതിയില്ലേ? എഴുതിക്കോ. രാവിലെ തന്നെ ആരും ഒന്നും ഉഷാറില്ലല്ലോ, സ്മാർട്ട് എല്ലാവരും. എന്ത് പറ്റി? അല്ല, കഴിഞ്ഞ വർഷം സെക്കൻഡ് സ്റ്റുഡന്റ് ഇങ്ങനെ അല്ലല്ലോ, നല്ല ആക്റ്റീവ് ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞോ? അടുത്തത് എന്താ പറയുന്നത്? ഉത്തരം കണ്ടെത്തുകയാണ്. ഉത്തരം കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെ എന്താണ്? ആരാ വായിക്കുന്നത്? വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? ആരാ വായിക്കുന്നതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എറിക് അഗസ്റ്റിൻ. ഓക്കെ, വായിച്ചോ. ശ്രദ്ധിക്കണം എല്ലാവരും. മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? ഓക്കെ, മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? ഏതാണെന്ന് മിസ് ചോദിക്കുന്ന ആള് പറയണേ. ഏതാണ് ഡൊമിനിക്ക്? മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? മലയാളം. ഓക്കെ, വെരി ഗുഡ്. മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? മലയാളമാണ് മലനാടിന്റെ അഭിമാന ഭാഷ. അത് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട കേട്ടോ, അത് മിസ് എഴുതി തന്നിട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, എന്താ മന്ന? ക്ലിയർ ഇല്ലേ? അടുത്തത് മലയാള ഭാഷ നിറയുന്നത് എവിടെ? ചോദ്യം ചോദിക്കാന്ന് ചോദിച്ചാണ് അല്ലെ? വായിക്കാൻ. നാഫി എവിടെയാ? മനതാരിൽ. മനതാരിൽ അല്ലെ? മനതാരിലാണ് മലയാള ഭാഷ നിറയുന്നത്. നിങ്ങൾ എഴുതണ്ട, മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം, തെറ്റിക്കരുത്. അതുകൊണ്ട് മനതാരിലാണ് മലയാള ഭാഷ നിറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ. ആരാ വായിക്കുന്ന തേർഡ് ക്വസ്റ്റ്യൻ? അദ്വൈത് ഒന്ന് വായിച്ചേ. അദ്വൈത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ.
മലനാട്ടിൽ മലയാളത്തിൽ നിന്ന് കിണിയുന്നത് എന്ത്? മലയാളത്തിൽ നിന്നും കിനിയുന്നത് എന്ത്? എന്താണ് അനിഹ? പൂന്തേനാണ് മലയാളത്തിൽ നിന്ന് കിനിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ആരാ വായിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ ഋഷികേശ് വായിച്ചോ. നാലാമത്തെ എന്തിന്റെ എന്തിന്റെ ചിറകിനൊത്ത ഭാഷയാണ് മലയാളം? എന്താണ് ഷിഫാന ഏജി? ഷിഫാന അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ, പറഞ്ഞോ. എന്താ എന്തിന്റെ ചിറകിനൊത്ത ഭാഷയാണ് മലയാളം? പൂത്തുമ്പിയുടെ ചിറകിനൊത്ത ഭാഷയാണ് മലയാളം. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നത്? മുഹമ്മദ് റാസി ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കുമോനെ. ഒരു കാര്യം പറയാനുണ്ട്. എന്നാ റാസി പറഞ്ഞോ. ഞാൻ ബാംഗ്ലൂരിലായോണ്ട് എനിക്ക് മലയാളം ഞാൻ പഠിച്ചിട്ടില്ല. അതെല്ലേ, അറിയില്ലേ മോനെ ഒട്ടും അല്ലേ? ഓക്കെ ഓക്കെ, പുസ്തകവും ഉണ്ടാവില്ല അല്ലേ? ഉണ്ടോ? അക്ഷരങ്ങൾ ആദ്യം പഠിക്കേണ്ടി വരും അല്ലേ? ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാട്ടാ. ഓക്കെ, മിസ്സിന്റെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. ആദ്യം ഒന്ന് പഠിപ്പിക്കാം, കുറച്ചൊരു ലെവൽ ആവണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ഇഫ്ര ഒന്ന് വായിച്ചോ. ഇഫ്ര അഞ്ചാമത്തെ. മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ഏതുപോലെയാണ്? ആരാ പറയുന്നതിന്റെ ആൻസർ? ചോദിക്കാത്തവരാ. ഓക്കെ, അലൻ. ഏതുപോലെയാണ് മലയാള ഭാഷ വിരിയുന്നത്? ഓക്കെ, വെരി ഗുഡ്. മലര് പോലെ ആണ് വിരിയുന്നതാണ് മലയാള ഭാഷ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആദ്യത്തെ പാഠം നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? എല്ലാ മക്കൾക്കും ആൻസർ പറയാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ. അത് മിസ് എഴുതിയിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്തു കേട്ടോ ഇന്ന്. അപ്പൊ അർത്ഥം എന്ത് ചെയ്യണം നിങ്ങള്? ഇന്ന് 2 ലൈൻ ബുക്ക് എടുക്കുക. നമ്മുടെ 2 ലൈൻ ബുക്ക് ഇല്ലേ? 2 ലൈൻ ബുക്ക് എടുത്തിട്ട് പാഠം 1 എന്ത് എഴുതണം? പാഠം 1 എന്റെ ഭാഷ എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അർത്ഥം എഴുതുക കേട്ടോ. ഓക്കെ ആണ്? എഴുതുക എല്ലാവരും. ഓക്കെ, ഇതാണ് ഇഫ്രക്ക് ബുക്ക് കിട്ടിയില്ലേ? ഓക്കെ, എടുത്തു അല്ലേ? ഓക്കെ, അപ്പൊ നോട്ട് ഉണ്ടോ? 2 ലൈൻ ബുക്ക് ഉണ്ടോ? ഓക്കെ, അതിലെഴുതിക്കോട്ടെ. ഓക്കെ, അതിലെഴുതിക്കോട്ടോ. നെക്സ്റ്റ് എന്താണ്? മൂന്നാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിച്ച എല്ലാവരും. മാതൃക പോലെ ചേർത്ത് എഴുതുക അല്ലെ? മാതൃക പോലെ ചേർത്ത് എഴുതുക. പൂം പ്ലസ് തേൻ, പൂന്തേൻ. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പൂം പ്ലസ് തേൻ, പൂന്തേൻ. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം നമുക്ക്. പൂം പ്ലസ് ചോല, എന്താണ്? പൂഞ്ചോല. ടെക്സ്റ്റിൽ എഴുതണ്ടേ? എങ്ങനെ എഴുതും? നിങ്ങൾക്ക് എഴുതാനാവോ പൂഞ്ചോലാന്ന്? എവിടെ ശ്രദ്ധിക്ക. പൂഞ്ചോല, ഇഞ്ച വരുവേ. പൂഞ്ചോല. മിസ് വിചാരിച്ച പോലെ ഇവിടെ വരുന്നില്ല കേട്ടോ, മൗസ് കൊണ്ട്. പൂഞ്ചോല, ഇഞ്ച വരുവേ. ഏച്ചിനുട്ടു, എന്നിട്ട് ഇഞ്ച. സഞ്ചി എന്നൊക്കെ എഴുതുന്ന ഇഞ്ച. പൂഞ്ചോ, ആച്ചിനുട്ടു ഇല്ല. ഓക്കെ,
അത് ചേർത്ത് എഴുതുന്നത് ഇതാണ് ആൻസർ വരിക. പൂഞ്ചോല. നെക്സ്റ്റ് വൺ പൂം പ്ലസ് പട്ടാണ്. പൂമ്പട്ട് അല്ലെ? ഓക്കെ, പൂമ്പട്ട്. എങ്ങനെ എഴുതുക? ഉമ്പ. പൂമ്പട്ട്, ഉമ്പ. ചന്ദ്രകലയിടും പൂമ്പട്ട്. ഓക്കെ, അപ്പൊ മാതൃക പോലെ ചേർത്ത് എഴുതുകയിൽ ഒന്നാമത്തത് പൂം പ്ലസ് തേൻ, പൂന്തേൻ. അത് അവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. നെക്സ്റ്റ് വൺ പൂം പ്ലസ് ചോല, പൂഞ്ചോല. തേർഡ് വൺ പൂം പ്ലസ് പട്ട്, പൂമ്പട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എഴുതിയോ എല്ലാ മക്കളും? എഴുതിയോ? ഓക്കെ, നല്ല നീറ്റിൽ എഴുതണേ. ബുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കും നമ്മള് എങ്ങനെയുണ്ട് നിങ്ങളുടെ എഴുത്തുന്ന്, അല്ലേ? അല്ലേ ഹിബ? വൃത്തിയിൽ എഴുതണേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പകർത്തി എഴുതുക അല്ലെ? നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? പകർത്തി എഴുതുക. മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം. അതന്നെ പകർത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? പകർത്തി എഴുതാൻ എന്താണ്? പാഠപുസ്തകത്തിൽ നൽകിയ വരികളിൽ നോട്ട് പുസ്തകത്തിൽ പകർത്തി എഴുതാം. ഒപ്പം താഴെ കൊടുത്ത കൂടുതൽ വരികൾ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളെ പകർത്തി എഴുതണം. എവിടെ? അവിടെ തന്നെ എഴുതിക്കോ, താഴെ എഴുതിക്കോ എല്ലാ മക്കളും. അത് തന്നെ നോക്കിയിട്ട് താഴെ എഴുതിക്കോ. മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം. നോക്കി നോക്കി എഴുതണേ, തെറ്റിക്കരുത് കേട്ടോ. നിങ്ങളുടെ എഴുത്തൊക്കെ ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. തന്നെ എഴുതാൻ. പിന്നെ എഴുതുന്നില്ലേ? പിന്നെ എഴുതിക്കോ, പെൻസിലോണ്ട് നല്ല വൃത്തിയിൽ എഴുത്, ശ്രദ്ധിച്ച്. ഓക്കെ, അത് ഫിനിഷ് ആണോ? അപ്പൊ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് ഞാൻ വായിക്കാട്ടോ, ശ്രദ്ധിക്കണേ. അഞ്ചാമത്തത് അല്ലെ, ആക്ടിവിറ്റി 5. നോക്കാം നമുക്ക്. ചേരുംപടി ചേർക്കാം. ചേരുംപടി ചേർക്കാം. ഫസ്റ്റ് വൺ എന്താണ്? എന്താ വായിക്കുവാമെന്നാ? നിങ്ങളോട് ഈ വായിക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ വായനയും കൂടെ ഒന്ന് മെച്ചപ്പെടാനാണ് കേട്ടോ. മണിനാഥം പോലെ മുഴങ്ങുന്ന ഭാഷ. മണിനാഥം പോലെ മുഴങ്ങുന്ന ഭാഷ. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ എന്തൊക്കെയുള്ളത്? കാണുന്നു, മണക്കുന്നു, കേൾക്കുന്നു, തൊടുന്നു, രുചിക്കുന്നു. മണിനാഥം പോലെ മുഴങ്ങുന്ന ഭാഷ. ഏതാ മാച്ച് ചെയ്യുക അതിന്?
കേൾക്കുന്നു. കേൾക്കും അല്ലെ? മുഴങ്ങുന്ന പറയുമ്പോ കേൾക്കുന്നത്. കേൾക്കുന്നു എന്നുള്ളതിന് നേരെ നിങ്ങളൊന്ന് നല്ല സ്കൈൽ വെച്ചൊന്ന് വരച്ചേ. മണിനാദം പോലെ മുഴങ്ങുന്ന ഭാഷ കേൾക്കുന്നു അല്ലെ? അടുത്തത് മാളവിക ഒന്ന് വായിച്ചേ. മാളവിക ക്ലിയർ ഇല്ലേ നെറ്റ്? മാളവിക ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോളെ. അടുത്തത് ചേരുമ്പടി ചേർക്കാമെന്നില്ലേ? രണ്ടാമത്തത് മാളവികക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, വായിച്ചോ. പൂഞ്ചോല കുളിരേകും ഭാഷ. പൂഞ്ചോല കുളിരേകുന്ന ഭാഷ ഏതാണ്? പൂഞ്ചോല കുളിരേകുന്ന ഭാഷ ഏതാണ്? കുളിരേകൽ എങ്ങനെയാവുമ്പോ നമുക്ക് കാണുന്നു ആണോ, മണക്കുന്നു ആണോ, കേൾക്കുന്നു ആണോ, തൊടുന്നു ആണോ, രുചിക്കുന്നു ആണോ? ഏതാ വരുവാ അതിന്റെ ആൻസർ? യെസ്, ഇവിടെ അലൻ കൈകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അലൻ? തൊടുന്നു. ഓക്കെ, പൂഞ്ചോല കുളിരേകുന്ന ഭാഷ തൊടുന്നു. അതിന് മാച്ച് ചെയ്തോ? ഓക്കെ, അടുത്തത് ആരാ വായിക്കുന്നത്? ഹിബ വായിച്ചോ. മധുരം തുളുമ്പുന്ന ഭാഷ. മധുരം തുളുമ്പുന്ന ഭാഷ. എന്താണ് മധുരം തുളുമ്പുന്ന ഭാഷ? മധുരം തുളുമ്പുമ്പോ എന്താ ചെയ്യാ? രുചിക്കുന്നു. ഓക്കെ, കറക്റ്റ്. അവിടത്തേക്ക് വരച്ചോ. രുചിക്കുന്നു. മധുരം തുളുമ്പുന്ന ഭാഷ രുചിക്കുന്നു. അടുത്ത എന്താണ്? അടുത്ത ആരെ? എറിക്ക് വായിച്ചോ. മണ്ണിന്റെ മണമുള്ള ഭാഷ. മലരുപോലെ വിരിയുന്നാന്ന് വായിച്ചോ? അത് നമ്മൾ വായിച്ചോ? മലരുപോലെ വിരിയുന്ന ഭാഷ എന്താ ചെയ്യുന്നേ? കാണുന്നു. ഓക്കെ, മലരുപോലെ വിരിയുന്ന ഭാഷ എന്ത് ചെയ്യുന്നു? നമ്മള് കാണുന്നു. ഓക്കെ, എഴുതിക്കോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഒന്നുകൂടി ഉണ്ട്. ആരാ അത് വായിക്കുന്നേ? ആൻസൺ വായിച്ചേ. മണ്ണിന്റെ മണമുള്ള ഭാഷ. മണ്ണിന്റെ മണമുള്ള ഭാഷ എന്താ ചെയ്യുക? നമ്മള് മണക്കുന്നു. ഓക്കെ, മണക്കുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ലേ? മണിനാദം പോലെ മുഴങ്ങുന്ന ഭാഷ കേൾക്കുന്നു, പൂഞ്ചോല കുളിരേകുന്ന ഭാഷ തൊടുന്നു, മധുരം തുളുമ്പുന്ന ഭാഷ രുചിക്കുന്നു, മലര് പോലെ വിരിയുന്ന ഭാഷ കാണുന്നു, മണ്ണിന്റെ മണമുള്ള ഭാഷ മണക്കുന്നു. ഓക്കെ, എല്ലാരും വരച്ചു അവിടെ? ഫിനിഷൻ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരികൾ കണ്ടെത്താന്നാണ് 6th ആക്ടിവിറ്റി. എന്താണ്? വരികൾ കണ്ടെത്താം. എന്താണ് ഋഷികേശിന് ഡൗട്ട്? മിസ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ, പറഞ്ഞു. നാലാമത്തെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാം മോനെ? മണിനാദം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം. അതേ കാര്യം അതിന് താഴെ നീ എടുത്ത് എഴുതിയാ മതി. അത് തന്നെ പകർത്തി എഴുതാൻ, നിങ്ങൾ എഴുതാൻ പഠിക്കാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ മോൻ പോയിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. ഞാൻ എഴുതി തന്നുവല്ലോ.
ഒന്നാമത്തെ മാതൃക പോലെ ചേർത്ത് എഴുതുക എന്നുള്ളതിൽ ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പൂം പ്ലസ് തേൻ പൂന്തേ. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ്? പൂം പ്ലസ് ചോല പൂഞ്ചോല. അല്ലേ? എഴുതിക്കോ. ഓക്കെ, പൂഞ്ചോല. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ട് മിസ്. പൂം പ്ലസ് ചോല പൂഞ്ചോല. നെക്സ്റ്റ് മൂന്നാമത്തത് പൂമ്പട്ട്. ഋഷികേശിന് മനസ്സിലായില്ലേ? എന്താ ഋഷികേശേ? അഞ്ചാമത്തത് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോ. മണി ഏത്? ഞാൻ പറയാത്. മണിനാദം പോലെ മുഴങ്ങുന്ന ഭാഷ കേൾക്കുന്നു. പൂഞ്ചോല കുളിരേകുന്ന ഭാഷ തൊടുന്നു. കുളിരേകുമ്പോ നമ്മൾ ഇങ്ങനെ അറിയണം എങ്ങനെയാ, തൊട്ടിട്ടല്ലേ. നെക്സ്റ്റ് മധുരം തുളുമ്പുന്ന ഭാഷ രുചിക്കുന്നു. മലരുപോലെ വിരിയുന്ന ഭാഷ കാണുന്നു. മണ്ണിന്റെ മണമുള്ള ഭാഷ മണക്കും. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഫിനിഷ് ആയോ ഇത്? ഓക്കെ ഓക്കെ. ആരെങ്കിലും എഴുതാൻ പറയണേ. ഫാത്തിമ മെഹറിൻ എന്താണ്? ഫാത്തിമ മെഹറിൻ, വെർ ഈസ് ഫാത്തിമ മെഹറിൻ? എന്തോ ഡൗട്ട് ഉണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ മോള്. പകർത്തി എഴുതുക എന്നുള്ളതിൽ എന്താണ്? അത് തന്നെ അവിടെ പകർത്തി എഴുതണം, നോക്കിയിട്ട് താഴെ എഴുതണം. ഓക്കെ അല്ലേ? അത് ഇപ്പൊ സമയമില്ലെങ്കിൽ പിന്നെ എഴുതിയാലും മതി കേട്ടോ. അടുത്ത ആറാമത്തെ എന്താണ് ആക്ടിവിറ്റി? നമുക്ക് നോക്കാലോ. എന്താണ്? വരികൾ കണ്ടെത്താൻ എന്നാണ്. പൂന്തേൻ കിനിയുന്ന ഭാഷ, പൂഞ്ചോല കുളിരേകും ഭാഷ, പൂത്തുമ്പി ചിറകൊത്ത ഭാഷ, പൂമ്പട്ടിനഴകുള്ള ഭാഷ. എല്ലാ വരികളിലും ഒരേ അക്ഷരം കൊണ്ടാണല്ലോ തുടങ്ങുന്നത്. പൂന്നില വാക്ക് അല്ലെ അക്ഷരം. ഇതുപോലെ ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും 4 വരികൾ ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അറിയോ ഏതാണ്? ഒന്ന് നോക്കിയേ. നമ്മുടെ ഈ കവിതയിൽ തന്നെ ദാമന്ന കൈമുക്കുന്നുണ്ട്. പറഞ്ഞോ അമന്ന, ഏതാണ് ആ വരികള്? ആദ്യത്തെ മലയാളമാണ് എന്റെ ഭാഷ, മലനാട്ടിന് അഭിമാന ഭാഷ, മനത്താനിൽ നിറയുന്ന ഭാഷ, മണിനാദം പോലെ എന്റെ ഭാഷ. ഓക്കെ, കറക്റ്റ്. അതേതാണെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താണ്? മലയാളമാണ് എന്റെ ഭാഷ, മലനാടിന് അഭിമാന ഭാഷ, മനതാരിൽ നിറയുന്ന ഭാഷ, മണിനാദം പോലെ എന്റെ ഭാഷ. അപ്പൊ മാ എന്ന അക്ഷരമാണ് അവിടെ സ്റ്റാർട്ടിങ് ലെറ്റർ അല്ലെ, സ്റ്റാർട്ടിങ് അക്ഷരം. അപ്പൊ അതുകൊണ്ട് അത് എഴുതാമോ അല്ലെ? അപ്പൊ അത് നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ സ്ഥലമില്ല അല്ലെ? കണ്ടെത്തി എഴുതുക എന്നാ പറയുന്നത്. നിങ്ങൾ ഈ ആറാമത്തെ വർക്കിന്റെ നേരെ ഇപ്പുറത്ത് എഴുതിക്കോ. അപ്പുറം നോക്കി ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ പിന്നെ എഴുതിയാലും മതി, എഴുതണം കേട്ടോ. നേരം തന്നെ എഴുതണം പിന്നീട്. പിന്നെ ഏഴാമത്തെ എന്താണ്? ചൊല്ലി രസിക്കാം അല്ലെ? ചൊല്ലി രസിക്കാം. നമുക്കൊന്ന് ചൊല്ലി നോക്കാം അത്. ഓക്കെ, നമുക്ക് നോക്കാം എന്നാലേ. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പൻ ചുടുന്ന മലയാളം. മലയാളത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം. പാടത്തു പൂത്തതും നാടൊക്കെ കൊയ്തതും പച്ചയുടുത്ത മലയാളം. ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്നതും തട്ടം പുതച്ച മലയാളം. അല്ലെ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും മിസ്സിന്റെ കൂടെ. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും. വായിച്ചു നോക്കെല്ലാവരും. വായനശീലം നിങ്ങളെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അമ്മ പറഞ്ഞതും അപ്പം ചുടുന്ന മലയാളം. ഉപ്പ തരുന്നതും ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം.
കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പച്ചയുടുത്ത മലയാളം. ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്നതും തട്ടം പുതച്ച മലയാളം. ഓക്കെ, വെരി ഗുഡ് അമന്ന. നെക്സ്റ്റ് ആരാ പാടുന്നത്? ആരാ ഇതുപോലെ പാടുന്നേ? അടുത്ത ആരാ പാടുന്നേ ഇത്? അൻഷി ഒന്ന് പാടി നോക്കി. അൻഷി അപ്പം ചുടുന്നതും മലയാളം. അപ്പം ചുടുന്ന മലയാളം. ഉമ്മ തരുന്നതും ഉപ്പ ഉപ്പ് തൊടുന്ന മലയാളം. കൂട്ടുകിടഞ്ഞതും വീട്ടിലെ നന്മ മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പച്ചയുടുപ്പിട്ട മലയാളം. ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്നതും തട്ടം പുതച്ച മലയാളം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നത്? അത് ആർക്കാണ് പാടേണ്ടത്? ആർക്കും പാടാനില്ലേ? ഓക്കെ, ഇവിടെ ജുവൽ മരിയ. ജുവൽ മരിയ, പ്ലീസ് അൺമ്യൂട്ട്. അപ്പം ചുടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചൂടുന്ന മലയാളം. ഉമ്മ തരുന്നതും ഉപ്പ് ചൊറിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. കൂട്ടുകിടന്നതും നാടൊക്കെ കൊത്തും പച്ചയുടുത്ത മലയാളം. ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്ന. കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഫാത്തിമ മെഹ്റെ. പഠിക്കോ. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തു. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം. ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പച്ചയെടുത്ത മലയാളം. ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്നതും തട്ടം പുതച്ച മലയാളം.